അല്ല അത് സത്യം പറഞ്ഞാലേ ഇപ്പൊ ഈ പൂട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം അത് ഒന്നാമത് മെസ്സിയെ പൂട്ടാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇപ്പൊ നിലവിൽ മെസ്സിയെ പൂട്ടൽ എളുപ്പമല്ല. അതിഗംഭീരമായിട്ടുള്ളൊരു ഫോമിലാണ് മെസ്സി കളിക്കുന്നത്. ഇപ്പൊ എംബാപ്പയേക്കാൾ 2 ഗോള് പിന്നിലാണ് എംബാപ്പയേക്കാൾ ഇപ്പൊ വന്ന് നിൽക്കുന്നത്. അത്രയും അസിസ്റ്റും ഉണ്ട്. ഇനി മെസ്സി ഗോൾ അടിച്ചില്ലെങ്കിലും മെസ്സിക്ക് അത് പ്ലേ. ഇപ്പൊ നമ്മള് 80ാമത്തെ മിനിറ്റിലാണ് എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ടുഷേൽ അദ്ദേഹം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇംഗ്ലണ്ടായിട്ടുള്ള മാച്ചിൽ. എന്നിട്ട് 2 പേരെ പിൻവലിച്ച് 2 മിനിറ്റിനുള്ളിൽ, അതായത് ഡിഫൻസിൽ നിന്നും നമ്മുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡറെയും പിൻവലിച്ച് റീപ്ലേസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ അതിന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആദ്യത്തെ ഗോൾ അടിച്ചു. നമ്മൾ റൈറ്റ് വിങ് ഇങ്ങനെ ഓപ്പൺ ആയ പോലെയായിരുന്നു. അതുവരെ നന്നായിട്ട് കളിക്കുകയും സിമിയോണിയെ ഗംഭീരമായിട്ട് ടാക്കിൾ ചെയ്തിരുന്നു സ്പെൻസ് എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു റെഡൊക്കെ വരാവുന്ന ആ സ്പെൻസിനെ കവർ ചെയ്തുകൊണ്ട് 2 പേരെ കവർ ചെയ്തുകൊണ്ടാണ് എസ്പെഷ്യലി 2ാമത്തെ ഗോള് ഈ ഹെഡർ വഴി വന്ന ഗോളിന് മെസ്സി ആ വലത്തെ കാല് കൊണ്ട് ഇട്ടുകൊടുത്തിരുന്നു. അപ്പൊ മെസ്സിയെ പൂട്ടൽ എളുപ്പമല്ല. ഓപ്പൺ ആയിട്ടുള്ള ഒരു കളി വരുമ്പോ എന്താവും അറിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്പെയിൻ ജയിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും മെസ്സി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാളല്ലേ. അതൊരു മെസ്സി ജയിക്കട്ടെ എന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഓപ്പൺ വന്നു കഴിഞ്ഞാൽ കാരണം അല്ലെന്നേ കൺഫ്യൂഷൻ ഉണ്ട്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഉണ്ട് ഇപ്പോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, ഈ ഓയർ സബാലൊക്കെ നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. ഈ ഓയർ സബാലൊക്കെ കളിക്കുന്നത് എനിക്ക് എന്തിനാണ് അയാൾ ഈ നമ്പർ 9 ആയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നെ ഗംഭീരമായിട്ട് ഫുട്ബോൾ പഠിപ്പിച്ചു. ഓയർ സബാല് മറ്റുള്ള ഡിഫൻഡർമാരെ കൊണ്ടുപോയിട്ട് ഇപ്പുറത്തുനിന്ന് സ്പേസ് ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മളൊരു സ്ട്രൈക്കർ എന്ന് മാത്രം വെച്ച് ആധുനിക ഫുട്ബോളിൽ വാല്യൂ ചെയ്യരുത്. അപ്പുറത്തുള്ള വിങ്ങേഴ്സും അതിനുള്ള ഒരു റോളുണ്ട്. സ്പെയിൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. എന്താവും എന്നറിയില്ല. ഇപ്പൊ ഈ ഓപ്പൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നൂലേ, നമ്മുടെ ഒരു ശരാശരി മനസ്സ് വെച്ച് ചിലപ്പോൾ അർജന്റീന അടിച്ചേക്കാം എന്നുള്ള ഒരു ആഗ്രഹവും തോന്നലും ഒക്കെ ഉണ്ടാവും. ഈ അവസാന 10-20 മിനിറ്റിൽ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരട്ടി ശക്തി ഉണ്ടാവുകയും ചാത്തം കയറുകയും ചെയ്യുന്ന, അങ്ങനെ കാണുമ്പോൾ നമുക്ക് 4 ഗോളിനൊക്കെ പിന്നിട്ട് നിന്നാലും ഇവര് തിരിച്ചടിക്കുമോ ലാസ്റ്റ് 10 മിനിറ്റിൽ എന്ന് തോന്നുന്ന രീതിയിലാണ് കളിക്കുന്നത് അർജന്റീന. പക്ഷെ എന്തൊക്കെയായാലും ഫൈനലിസിമ നടന്നില്ല. അതിന്റെ ഒരു നിരാശയുണ്ട്. ആ ഫൈനലിസിമ നടക്കുകയാണ്. പിന്നെ ഇല്ല ഒരു പ്രഡിക്ഷനും ഇല്ല. പക്ഷെ വേറെ ചില ആഗ്രഹങ്ങളേ ഉള്ളൂ. എന്താന്ന് വെച്ചാല് ഞാൻ ചില ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്തത് പറഞ്ഞല്ലോ. അപ്പൊ പാപ്പച്ചൻ ചേട്ടനൊക്കെ പ്രഡിക്റ്റ് ചെയ്ത് കണ്ടിട്ട് അവരൊക്കെ അത് കളി അറിഞ്ഞിട്ടാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യും? ഒരു കിട്ടിയ ഊട്ടി എന്ന് പറയുന്ന ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഈ മെസ്സി ആയിരിക്കും ഒരു പക്ഷേ 3 തവണ അടുപ്പിച്ച് ചിലപ്പോ ഗോൾഡൻ ബോൾ കിട്ടുന്ന ഒരാള്. പക്ഷെ ഗോൾഡൻ ബൂട്ട് ഇപ്പൊ നിലവിലെ എംബാപ്പയാണ് മുമ്പിൽ. അതെ, അല്ല ഹാട്രിക് വേണ്ടല്ലോ, 2 ഗോൾ അടിച്ചാ പോരെ. 2 ഗോൾ 2 അസിസ്റ്റും വേണം, അല്ലെങ്കിൽ 3 ഗോൾ കിട്ടിയാലും മതി. അതെ, അപ്പൊ മെരിയോ കമ്പസ് അതെ മെരിയോ കമ്പസും കില്ലാച്ചി 3 പേരാണ് ഇത് 2 ഒരുമിച്ച് കിട്ടിയത്. അത് 2 ഒരുമിച്ച് മെസ്സിക്ക് ഇപ്പുറം കിട്ടി കഴിഞ്ഞാൽ പൊളിക്കും. അതാണ് സിജു വിൽസൺ. പ്രഡിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നായിരിക്കണം ഉത്തരം. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞോളൂ, എത്ര ഗോളിൽ അർജന്റീന ജയിക്കും? പ്രഡിക്ഷൻ 3-1. അത് മെസ്സി അടിക്കേണ്ടതായിട്ട് ഒരുപാട്. സിജു 3-1 പറഞ്ഞത് കൊണ്ടാണ് എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ എന്നെ വെല്ലുവിളിച്ച് വെച്ചതാണ് ഇത് നമ്മൾ പറയണത്. എന്റെ തൊട്ട് മുമ്പേ അവൻ ഭയങ്കര സ്പെയിനിന്റെ ആളാണ്. അപ്പൊ അവൻ പറഞ്ഞിരിക്കുന്നത് 3 ഗോളിന് ജയിക്കും. ഒയർസബാല്, കുബാർസി, പിന്നെ ആരൊക്കെയോ 3 ഗോൾ അടിക്കും. 3-0 സ്പെയിൻ ജയിക്കും. സ്പെയിൻ ജയിച്ചില്ലെങ്കിൽ എത്രയോ പൈസ എനിക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000 രൂപ ഇങ്ങോട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ 1000 രൂപ തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്റെ ഒരു ഫ്രണ്ട്. അല്ല
അത് വെച്ചു. കാരണം വെച്ചു. 1000 രൂപയല്ലേ, തിരിച്ച് 10,000 കിട്ടുമല്ലോ. അത് കിട്ടി. പക്ഷെ എനിക്ക് കാണണം. അല്ല, എനിക്ക് കുറെ കൂടി സാധ്യതയുണ്ട്. അല്ല, അതാണ് 3-0 ജയിക്കുന്നാണ് പറഞ്ഞേക്കുന്നത് അവൻ. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ 3-0 2-1 ഞങ്ങളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങള് കാണിച്ചെന്നാണ്. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചെന്തായിരിക്കും അതിന്റെ എഫക്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു. അതെ. അപ്പൊ ഞാൻ അർജന്റീന അല്ല, ഞാൻ അർജന്റീനക്ക് വേണ്ടിയിട്ടാ ബെറ്റ് വെച്ചിരിക്കുന്നത്. അർജന്റീന